Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 1-ൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഏതൊക്കെയാണ്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് 2 പാർട്സ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അതിൽ കുറച്ച് തിയറി പാർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്തൊക്കെയാണ്? അതിൽ 2 ടേംസ്, ഒന്ന് കണ്ടിൻജന്റ് ലയബിലിറ്റിയും ഒന്ന് ഫിക്ടീഷ്യസ് അസറ്റും. ഇത് നമുക്ക് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാറുള്ളൂ. പിന്നെ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എന്ന് പറഞ്ഞതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട്, അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. പിന്നെ വരുന്ന നമ്മൾ പഠിച്ചിരിക്കുന്ന അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, അക്കൗണ്ടിങ് കൺവെൻഷൻസ്. ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് കൂടുതൽ എന്ന് പറയുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നല്ലപോലെ നോക്കാം, ബാക്കി ഒന്ന് വായിച്ചു നോക്കാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ളത്. ഇനി ഫസ്റ്റ് മൊഡ്യൂളിന്റെ സെക്കൻഡ് പാർട്ട് ഫൈനൽ അക്കൗണ്ട്സ് സോൾ ട്രേഡ് എന്ന് പറയുന്ന പാർട്ടിൽ ഷുവർ ആയിട്ടും, ഷുവർ എന്ന് പറഞ്ഞാൽ 90% നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മളെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് ആയിട്ട് നമുക്ക് ബാഡ് ഡെബ്റ്റ്സ്, പ്രൊവിഷൻ, ഈ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ ലാസ്റ്റ് വരുന്ന ആ ഒരു ഇൻഷുറൻസിന്റെ സിറ്റുവേഷൻ വരുന്നില്ലേ, ഫയർ ലോസ്റ്റ്, അതിന്റെ ചിലപ്പോൾ ഉണ്ടാവാം. പിന്നെ പ്രീപെയ്ഡ് അങ്ങനത്തെ ഒക്കെ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവാം. അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. പിന്നെ ഫയറിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ വീഡിയോ ഇട്ടില്ലെന്ന് തോന്നുന്നു, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഫയറിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുവാണെങ്കിൽ ഇപ്പൊ ഗുഡ്സ് ലോസ്റ്റ് ഇൻ ഫയർ എന്നുള്ളത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം, ഫുൾ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. എന്നിട്ട് ആക്ച്വൽ ലോസ് നമ്മൾ കാണിക്കേണ്ടത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ്, സാധാരണ നമ്മൾ ലോസ് കാണിക്കുന്നത് പോലെ. അപ്പൊ ഈ ആക്ച്വൽ ലോസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇൻഷുറൻസ് കമ്പനി എന്തെങ്കിലും തന്നിട്ടുണ്ടാവും, അത് കഴിഞ്ഞുള്ളതാണല്ലോ ആക്ച്വൽ ലോസ് വരുള്ളൂ. ഒന്നും തന്നില്ലെങ്കിൽ കംപ്ലീറ്റ് ആക്ച്വൽ ലോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഇനി ഇൻഷുറൻസ് കമ്പനി എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കാം. ബാക്കി എമൗണ്ട് നമുക്ക് ശരിക്കും വന്ന ലോസ് മാത്രം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ഇത്രയേ ഉള്ളൂ. അത് കാണുമ്പോൾ ഒരുപാടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇത്ര മാത്രമേ അത് ചെയ്യാനുള്ളൂ. അപ്പൊ അത് നോക്കാം. പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിനകത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തെറ്റിക്കുന്നത് പ്രീപെയ്ഡ്, ഔട്ട്സ്റ്റാൻഡിങ്, ഇങ്ങനത്തെ ഐറ്റംസ് ലാബിലിറ്റി ആണോ അസറ്റ് ആണോ എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നെക്സ്റ്റ് ഇയറിലേക്കുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ആലോചിക്കാം. നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് അത് ഗുണമാണോ ദോഷമാണോ എന്ന് ആലോചിക്കാം. നെക്സ്റ്റ് ഇയറിൽ ഗുണം വരുന്ന കാര്യമാണെങ്കിൽ അസറ്റ് ആയിട്ട് എഴുതാം, നെക്സ്റ്റ് ഇയർ ദോഷം വരുന്ന കാര്യമാണെങ്കിൽ ലാബിലിറ്റി ആയിട്ട് എഴുതാം. ഫോർ എക്സാമ്പിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഓൾറെഡി പേ ചെയ്യാനുള്ള, ഈ വർഷം പേ ചെയ്യാനുള്ള എക്സ്പെൻസ് നമ്മൾ പേ ചെയ്തില്ല, അപ്പൊ അടുത്ത വർഷം നമുക്കത് പേ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ നമുക്ക് ദോഷമുള്ള കാര്യമാണ്, ലാബിലിറ്റി സൈഡിൽ എഴുതാം. ഇനിയിപ്പോ നമ്മൾ പ്രീപെയ്ഡ് എന്തെങ്കിലും വരുവാണ്, നമ്മൾ എന്തെങ്കിലും അഡ്വാൻസ് ആയിട്ട് നമ്മൾ പേ ചെയ്തു, അപ്പൊ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തെന്ന് പറഞ്ഞാൽ അടുത്ത വർഷം പേ ചെയ്യേണ്ട സാധനം നമ്മൾ ഇപ്പോഴേ പേ ചെയ്ത് വെച്ചു, അപ്പൊ അടുത്ത വർഷം അത് പേ ചെയ്യേണ്ട, ഗുണമായല്ലോ. അപ്പൊ അത് അസറ്റ് സൈഡിൽ എഴുതാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് നോക്കി എഴുതാം അത്. ബാക്കി നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് തരുവാണെങ്കിൽ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അസറ്റ് ആയിരിക്കും അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിരിക്കും. ക്രെഡിറ്റ് സൈഡിൽ തരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഇൻകം ആയിരിക്കും അല്ലെങ്കിൽ ലാബിലിറ്റി ആയിരിക്കും. ആ രീതി നോക്കി പോസ്റ്റ് ചെയ്താൽ മതി. ഐറ്റം കണ്ടാൽ നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് ആണോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണോ മനസ്സിലാവില്ലേ. അപ്പൊ അതിന്റെ ഡെബിറ്റ് സൈഡ് ആണോ ക്രെഡിറ്റ് സൈഡ് ആണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇങ്ങനെ നോക്കാം. പ്രോഫിറ്റ് ലോസ് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിൽ തന്നത് ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നോർമലി ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ആണ്. ഇനി അതിനകത്ത് ക്രെഡിറ്റ് സൈഡിൽ തന്നിരിക്കുന്നത് നമുക്ക് നോർമലി ക്രെഡിറ്റ് സൈഡിൽ വരുന്ന, അല്ലെങ്കിൽ ഡെബിറ്റിൽ നിന്ന് മൈനസ് ചെയ്യേണ്ട. അതിപ്പോൾ ക്രെഡിറ്റിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ആൻസർ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ ജസ്റ്റ് നോക്കി എഴുതാം. പിന്നെ റെയർ സിറ്റുവേഷൻസിൽ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ചോദിച്ചിട്ടുണ്ട്. സാധാരണ നോർമലി ചോദിക്കുന്നില്ല, പക്ഷേ ഏതൊക്കെയോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ചിലപ്പം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനി അക്കൗണ്ടിങ് ഓഫ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് വരുന്നതിൽ സിംഗിൾ എൻട്രി ആൻഡ് ഡബിൾ എൻട്രിയുടെ ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റും സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിന്റെ ഡിഫറൻസ് തന്നിട്ടുണ്ട്. ആ ഡിഫറൻസ് രണ്ടും ഒന്ന് നോക്കി വെക്കാം. പിന്നെ പ്രോബ്ലം എന്ന് പറയുന്നത് പ്രോബ്ലം 50 മാർക്സിന്റെ ചോദിക്കാം അല്ലെങ്കിൽ 5 മാർക്സിന്റെ ചോദിക്കാം. 50 മാർക്സിന്റെ ആയിട്ട് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. ചാൻസ് കൂടുതൽ 50 മാർക്സിന്റെ ചോദിക്കാനാണ്. 5 മാർക്സിന്റെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യുന്നതിൽ വരുന്നില്ലേ, ചില സമയത്ത് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ, ആ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും
5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നോക്കി വെക്കാം. പ്രോബ്ലം എന്ന് പറയുന്നത് പ്രോബ്ലം 15 മാർക്സിനും ചോദിക്കാം, 5 മാർക്സിനും ചോദിക്കാം. 5 മാർക്സിനാണെങ്കിൽ കൂടുതൽ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. ഇത്രയാണ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നെക്സ്റ്റ് റോയൽറ്റി അക്കൗണ്ട് ആണ്. റോയൽറ്റി അക്കൗണ്ടിൽ നിങ്ങൾ പ്രോബ്ലം ആയിട്ട് പഠിക്കേണ്ട ജേർണൽ എൻട്രീസ് ആണ് പഠിച്ചു വെക്കേണ്ടത്. ജേർണൽ എൻട്രീസ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെഡ്ജർ അക്കൗണ്ട് അതിനകത്ത് നോക്കി പോസ്റ്റ് ചെയ്യാൻ നമുക്കറിയാം. ഇപ്പൊ ജേർണൽ എൻട്രീസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. റോയൽറ്റി അക്കൗണ്ടിൽ ചില സിറ്റുവേഷൻ തന്നിട്ട് അവിടെയുള്ള ജേർണൽ എൻട്രി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ റീകൂപ്മെന്റ് ജേർണൽ എൻട്രി എന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെയും ചോദിക്കാം, പ്രോബ്ലം ആയിട്ടും ചോദിക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് തിയറി പറയുകയാണെങ്കിൽ റോയൽറ്റി, റെന്റ്, അതിന്റെ ഡിഫറൻസ് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് മിനിമം റെന്റ്, മിനിമം റെന്റിന്റെ ബാക്കിയുള്ള ടേംസും കൂടി മനസ്സിലാക്കി അത് അങ്ങനെ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ എന്താണ് ഷോർട്ട് വർക്കിംഗ്, എന്താണ് റീകൂപ്മെന്റ്, ഈ രീതിയിലുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഏറ്റവും കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മൊഡ്യൂളാണ് അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഈ അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെന്റ് ആണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്ന ഫസ്റ്റ് മൊഡ്യൂള് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ട് എടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്. ഇപ്പോൾ അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെന്റിൽ കൺസൈൻമെന്റ് ആൻഡ് സെയിൽ അതിന് ഡിഫറൻസ് തന്നിട്ടുണ്ടല്ലോ, അത് പഠിക്കണം. പിന്നെ എന്താണ് പ്രൊഫോമ ഇൻവോയ്സ്, എന്താണ് അക്കൗണ്ട് സെയിൽ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ കമ്മീഷന്റെ ടൈപ്സ് ആയിട്ട് തന്നെ 5 മാർക്സിന് ചോദിക്കാം, അല്ലെങ്കിൽ ഡെൽക്രെഡെ കമ്മീഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും രീതിയിൽ അത് ചോദിക്കാം. ഒന്നുകിൽ ടൈപ്സ് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് എഴുതാൻ, അല്ലെങ്കിൽ ഡെൽക്രെഡെ കമ്മീഷൻ എന്താണെന്ന് മാത്രമായിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ ഡെൽക്രെഡെ കമ്മീഷൻ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും ആ രീതിയിലും ചോദിക്കാം. എന്നുവെച്ചാൽ ഡെൽക്രെഡെ കമ്മീഷൻ വരുന്ന സമയത്ത് നമ്മളത് എവിടെ ആരുടെ അക്കൗണ്ടിൽ കാണിക്കണം, അത് നമ്മളെ മീനിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക്, അതിന്റെ പ്രോബ്ലം ആയിട്ട് നമുക്ക് ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം. എന്നുവെച്ചാൽ ക്ലോസിംഗ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമായിട്ട് ചോദിക്കാം 5 മാർക്സിന്. പിന്നെ നമുക്ക് കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ഫോമാറ്റ് പഠിച്ചു വെക്കണം. ബിക്കോസ് ഫോമാറ്റ് മാത്രം നിങ്ങൾക്ക് അതിൽ 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പം എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ഫോമാറ്റ് ആണ് പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഫോമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ജേർണൽ എൻട്രീസ് എഴുതാൻ പറ്റും. ഫോമാറ്റ് ഈസിയാണ്, നമ്മൾ സാധാരണ ട്രേഡിംഗ് അക്കൗണ്ട് ആലോചിക്കാം ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട്. ഇപ്പം ഡെബിറ്റിൽ എന്തൊക്കെയാ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് ഒക്കെ വരുന്നു, ക്രെഡിറ്റിൽ സെയിൽസ് വരുന്നു എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ട് ഫോമാറ്റ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. എന്നുവെച്ചാൽ അതിൻ്റെ അകത്ത് 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാവുന്നതാണ്. അതുകൊണ്ട് ഫോമാറ്റ് പഠിക്കാം. അപ്പൊ അതിനകത്ത് നമുക്ക് ബാക്കി തിയറീസൊക്കെ ജേർണൽ എൻട്രീസ് ഒക്കെ ഉണ്ടാക്കി പഠിക്കാം. ഈസി വേ ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ജേർണൽ എൻട്രി പഠിച്ച് കൺസൈൻമെന്റ് അക്കൗണ്ടിലേക്ക് എത്തുന്നതിലും നല്ല കൺസൈൻമെന്റ് അക്കൗണ്ട് ഫോമാറ്റ് പഠിച്ച് ജേർണൽ എൻട്രിയിലേക്ക് പോകുന്നതാണ്. 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം, ചാൻസ് കൂടുതലാണ്. പിന്നെ നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ലോസ് എന്നുള്ള പാർട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ലോസിൽ എന്താണ് നോർമൽ ലോസ്, അബ്നോർമൽ ലോസ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും ചോദിക്കാം. അപ്പൊ അതിന്റെ കാൽക്കുലേഷനും തിയറിയും നിങ്ങൾ പഠിച്ചു വെക്കണം. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന മൊഡ്യൂളാണ്. ഈ മൊഡ്യൂൾ നല്ലപോലെ പഠിച്ചു വെക്കാം. ഇനി ഫാം അക്കൗണ്ട്സ് എന്ന് പറയുന്ന പാർട്ട് കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് കുറവ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ ഇതിൽ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട് ചോദിക്കാം. ചില ഇയറിൽ മാത്രം റെയർ ആയിട്ട് അത് 15 മാർക്സിന്റെ പ്രോബ്ലം ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 50 മാർക്സിന്റെ പ്രോബ്ലം ചോദിക്കാൻ ഏറ്റവും ചാൻസ് കൂടുതൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ ഫൈനൽ അക്കൗണ്ട്സ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ കൺസൈൻമെന്റും അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റോയൽറ്റി, അതെന്തെങ്കിലും ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. റോയൽറ്റിയോ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സോ. ഏറ്റവും ചാൻസ് കൂടുതൽ കൺസൈൻമെന്റും അതേപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട്സും ആണ്. അത് കഴിഞ്ഞ ചാൻസ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സും റോയൽറ്റിയും ആണ്. അതല്ലാതെ റെയർ കേസിൽ മാത്രമേ ഫാം അക്കൗണ്ട്സ് 15 മാർക്സിന് ചോദിക്കാറുള്ളൂ. ഇനി ഇതിന്റെ ഫാം അക്കൗണ്ട്സിൽ ഫോമാറ്റ് ആയിട്ട് ചിലപ്പം ചോദിക്കാം. ക്രോപ്പ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇമാജിനറി ഫിഗർ വെച്ചിട്ട് അത് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ഫാം അക്കൗണ്ട് തിയറി ഉണ്ടല്ലോ, ജസ്റ്റ് ആ മീനിങ്സ്, ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇത്രയും കാര്യങ്ങൾ മാത്രം, അത് മാത്രമായിട്ടും ചിലപ്പം ചോദിക്കാൻ. അതിലേതെങ്കിലും ഒന്ന്, ഇപ്പം അഡ്വാൻറ്റേജസോ അല്ലെങ്കിൽ ഫീച്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ആ പാട്ടിന്ന് തിയറിയും ചോദിക്കാം. അത് മാത്രമേ അതിൽ തിയറി ചോദിക്കാനായിട്ടുള്ളൂ, കൂടുതലൊന്നും ഇല്ല അല്ലെ. അപ്പൊ ഫാം അക്കൗണ്ട്സിന് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. വരുന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ഇപ്പം ക്വസ്റ്റ്യൻസ് വരുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സിസ്റ്റത്തിലേക്ക്, ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലേക്ക് ഓരോ ചാപ്റ്ററിനും മാക്സിമം ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ബാങ്ക് ആയിട്ട് അപ്ലോഡ് ചെയ്ത് വെക്കും. 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പിന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് എല്ലാ ചാപ്റ്ററിനും അങ്ങനെ അപ്ലോഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഒരു 2 മാർക്സിന്റെ അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ വരുന്ന 3 മാർക്സിന്റെയോ ഷോർട്ട് ക്വസ്റ്റ്യൻ വരുന്നതിൽ തന്നെ എല്ലാ ചാപ്റ്റേഴ്സിനും അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും. ഒരു ചാപ്റ്ററിന് തന്നെ ഒരു 10-25 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓരോ സെക്ഷനിൽ വരും. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോർഷൻസും കവർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഇട്ടാൽ മാത്രമേ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്കിൽ അപ്ലോഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്നവർ എല്ലാ പോർഷൻസും എല്ലാ പാർട്ടും മൈന്യൂട്ടായിട്ടുള്ള പോർഷൻസ് വരെ കവർ ചെയ്യേണ്ടി വരും. മാത്രമേ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പഴയ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു പേഴ്സണെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആ പേഴ്സൺ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് നോക്കി അവിടുന്ന് ക്വസ്റ്റ്യൻസ് ഇടാം. വെയിറ്റേജ് ഉണ്ട് ഓരോ ചാപ്റ്റർ, നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇടാം. പക്ഷെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ചാപ്റ്ററിനും ഇത്ര ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യണം. അപ്പം നമ്മൾ എല്ലാ പോർഷൻസും കവർ ചെയ്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അപ്ലോഡഡ് ആയിരിക്കും. അതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ്, സോഫ്റ്റ്വെയർ ത്രൂ ആണ് സെലക്ട് ചെയ്യുന്നത്. സോഫ്റ്റ്വെയറിൽ ജസ്റ്റ് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇത്ര മാർക്കിന്റെ ഇത്ര ക്വസ്റ്റ്യൻസ്. അപ്പോൾ റാൻഡംലി ആ മാർക്കിന് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ അകത്ത് അത് റാൻഡംലി സെലക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് എന്നാണ് വരുന്നതെന്ന്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മൾ എക്സാമിന് തൊട്ട് മുന്നേ മാത്രമേ ആ ക്വസ്റ്റ്യൻ റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയി പോകുന്നില്ല. ആ രീതിയിലാവാൻ വേണ്ടി സേഫ്റ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് പോർഷനിൽ വരുമെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നോർമൽ വരുന്ന രീതിയിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പം ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഷുവർ ആയിട്ട് പഠിക്കുക എന്ന് വെച്ച് ബാക്കി വിടാൻ പാടില്ല. ചിലപ്പം ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ത്രൂ സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചില സമയത്ത് പ്രോബ്ലം പേപ്പേഴ്സിന്റെ കേസിൽ തന്നെ ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ കൂടുതലായിട്ട് വരുന്ന ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താ ഇത്രയും പോർഷൻസ് ആദ്യം പഠിച്ചു നോക്കുക. ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പാർട്ടും കവർ ചെയ്തു. ബാക്കി ക്വസ്റ്റ്യൻസ് എവിടുന്നെങ്കിലും വരുവാണെങ്കിലും നിങ്ങൾക്ക് ചോയ്സ് കൂടുതലുണ്ട് ഇപ്പം അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പൊ ഇത്രയും പോർഷൻസ് പഠിച്ചിട്ട് നിർത്തല്ല, നിങ്ങൾ ബാക്കി ടൈം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടി പഠിക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കിപ്പോൾ അതിനകത്ത് ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ ചോയ്സ് ക്വസ്റ്റ്യൻ അല്ലാതെ ആദ്യം നമുക്ക് ആവശ്യമുള്ളത് മാത്രം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ടൈം ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈം കംപ്ലീറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ബാക്കി ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോവല്ല, ബാക്കി ചോയ്സ് ക്വസ്റ്റ്യൻ കൂടി അറ്റൻഡ് ചെയ്ത് വെക്കുക. ചോയ്സ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മാർക്കൊന്നും പോവില്ല. ഇപ്പോൾ ഒരു സെക്ഷനിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട 5 ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ 7 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 7നും മാർക്ക് ഇടും. എന്നിട്ട് ഇതിൽ ഹയസ്റ്റ് മാർക്കുള്ള 5 അതിൽ നിന്ന് സെലക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് നിങ്ങൾ ഓക്കെ എന്ന് വിചാരിച്ച് എഴുതിയ ക്വസ്റ്റ്യൻ ചിലപ്പോൾ തെറ്റാം. അപ്പോൾ അങ്ങനെ അതിന് 0 മാർക്ക് വരുന്നതിലും നല്ലത് നിങ്ങൾ കുറച്ചും കൂടി അത്ര ഓക്കെ അല്ലാത്തൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് 2 മാർക്സ് അതിനകത്ത് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് 0ക്ക് പകരം 2 മാർക്സ് ആയിരിക്കും അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ +2 പോലെ നിങ്ങൾ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നമ്പർ ഇട്ട് കഴിഞ്ഞാലൊന്നും ഇവിടെ മാർക്ക് തരില്ല. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് ആണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്പർ എഴുതി വെക്കാതെ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ അറിയാൻ പറ്റുന്നുണ്ടോ അത് മാക്സിമം എഴുതി വെക്കണം. ഒന്നും എഴുതാതെ വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ഔട്ട് ഓഫ് സിലബസിന്റെ മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും അറ്റംപ്റ്റ് ചെയ്തു എന്നവർക്ക് മനസ്സിലാവണം. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ പഠിച്ചതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി എഴുതി വെക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ +2 പോലെയല്ല, അതുകൊണ്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടി വരും. ഇപ്പോൾ 5 മാർക്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് എഴുതിയാൽ മാത്രമേ 5 മാർക്സ് കിട്ടുള്ളൂ. നോർമലി 5 മാർക്സ് എന്ന് പറയുന്നത് 5 പോയിന്റ് വിത്ത് എക്സ്പ്ലനേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 10 പോയിന്റ് ആ രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെങ്കിലും ചിലപ്പോൾ ടെക്സ്റ്റിൽ ആ രീതിയിൽ വേണമെന്നില്ല. അപ്പം നമ്മൾ മാക്സിമം എഴുതി വെക്കാൻ പറ്റുന്നത്രത്തോളം നമുക്കറിയുന്ന പോലെ ഇലാബറേറ്റ് മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. ജസ്റ്റ് പോയിന്റ് മാത്രം എഴുതി വെക്കരുത്, വിത്ത് എക്സ്പ്ലനേഷൻ ആയിരിക്കണം. നമുക്ക് പറ്റുന്ന അത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം എഴുതാൻ. പ്രോബ്ലം ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യണം,
മാക്സിമം നിങ്ങൾക്ക് ആ പ്രോബ്ലത്തിന് എത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റുമോ, നോട്ട്സ് ഒക്കെ കൊടുത്തിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം. ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ട് നിങ്ങൾ ഈ രീതിയിലാണ് അസ്യൂം ചെയ്തെടുത്തെങ്കിൽ താഴെ നോട്ട് അയച്ചു കൊടുക്കാം. ഞാൻ ഈ എസംഷൻ്റെ ബേസിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത് എന്നിട്ട് താഴെ നോട്ട് അയച്ചു കൊടുക്കാം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ ഇനിയിപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു വെച്ച് ടെൻഷൻ ഒന്നും അടിക്കണ്ട. നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ മാക്സിമം എഴുതി വെക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പാർട്ടൊക്കെ നല്ലപോലെ പഠിക്കുക, എന്നിട്ട് എക്സാം നല്ലപോലെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാംസ്.